അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പൊയ്ങ്ങപ്പത്തിലാണ്. പൊയ്ങ്ങ റോട്ടി എന്നും ഇതിന് പേരുണ്ട്, മീൻ പത്തിരി എന്നും പറയും. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പൊയ്ങ്ങപ്പത്തിൽ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുന്ന ചെമ്മീൻ പത്തിരി, മീൻ വെച്ചിട്ടുണ്ടാക്കുന്ന മീൻ പത്തിരി. പൊയ്ങ്ങപ്പത്തിൽ, പൊയ്ങ്ങ റോട്ടി, മീൻ പത്തിരി, ചെമ്മീൻ പത്തിരി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇതിന്. ഇവിടെ തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമുക്ക് സമയം കളയണ്ട, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 2 കപ്പ് പുഴുങ്ങലരിപ്പൊടി, പൊന്നിയരി വെള്ളത്തിൽ കുതിർത്താതെ ജസ്റ്റ് ഒന്ന് കഴുകി പൊടിച്ചെടുത്തതാണ്. ഇത് പാക്കറ്റ് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. 2 കപ്പ് പുഴുങ്ങലരിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമാണ് ഇത്, ഒരുവിധം നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. പുഴുങ്ങലരിപ്പൊടിക്ക് ഒരുപാട് വെള്ളം പിടിക്കും കുഴച്ചെടുക്കാൻ. കുറേശ്ശായി ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുത്ത് അത് ഇത്രയും കട്ടിയിൽ കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഉപ്പും മുളകും തേച്ച് ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അധികം മൊരിഞ്ഞു പോകരുത്. ഒന്ന് ആദ്യം വേവിച്ചതാണല്ലോ, അപ്പോൾ ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ 3 ഉള്ളി നേരിയതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളിയാണ്. പിന്നെ 3 പച്ചമുളക്, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയില. ചെമ്മീൻ പൊരിച്ചെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ മാത്രം എടുത്ത് അതിൽ നമുക്ക് മസാല ഉണ്ടാക്കണം. ഈ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം മൂപ്പിക്കണം. പിന്നെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. നന്നായി ഇളക്കി വാട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ടും കുറച്ച് സമയം നന്നായി ഇളക്കി വാട്ടണം. തക്കാളി നല്ല കുഴഞ്ഞ് വരണം. മസാല നല്ല അടിഞ്ഞതുപോലെയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വറ്റിക്കഴിഞ്ഞ ശേഷം വേണം നമുക്കിതിൽ തേങ്ങാപ്പാൽ ചേർക്കാൻ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർക്കാം. ചിലരെല്ലാം തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. തേങ്ങ നല്ല നേർമയായി അരച്ച് ചേർക്കാം. അതും ടേസ്റ്റാണ്. നമുക്കിതിൽ വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വന്നാൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കാറ്. തേങ്ങയുടെ പാലെടുക്കുകയല്ല, ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയിട്ടാണ് ചേർക്കുന്നത്. അതാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. അതാകുമ്പോൾ കുറച്ച് നമുക്ക് കട്ടിയിൽ കിട്ടും. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി കുറുകി വന്നാൽ നമുക്കിതിൽ ഗരം മസാലപ്പൊടിയും മല്ലിയിലയും ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. നന്നായി വറ്റി നല്ല മിനുസമുള്ള മസാലയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ പൊരിച്ചത് ചേർക്കണം.
മസാല റെഡിയായി. ഇനി അരിമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 പുഴുങ്ങപ്പത്തിലുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. നമുക്കിത് വാഴയിലയിലാണ് പരത്തിയെടുക്കേണ്ടത്. ആദ്യം ഒരു ഇല എടുത്തിട്ട് അതിൽ ഒരു ഉരുള നല്ല നേരിയതായിട്ട് പരത്തണം. അതിനുശേഷം രണ്ടാമത് മറ്റൊരു ഇല എടുത്തിട്ട് അതിലേക്ക് എണ്ണ പുരട്ടുക. ഇത് മസാല വെച്ചിട്ട് മൂടാനുള്ളതാണ്. നമുക്കിനി ഈ 2 പത്തിലും മസാല പുരട്ടണം. ഒരു പത്തിൽ 1-2 ടേബിൾ സ്പൂൺ മതിയാവും. ഒരു 1.5-2 ടേബിൾ സ്പൂൺ പുരട്ടിയാൽ മതി. നേരിയ പത്തിലാണല്ലോ, അപ്പോൾ ഒരുപാട് മസാലയൊന്നും വേണ്ടല്ലോ. 2 മസാല പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ചെമ്മീൻ പൊരിച്ചത് എടുത്ത് വെക്കണം. ഒരു പത്തിന്മേൽ നമ്മൾ ഈ ചെമ്മീൻ പൊരിച്ചതെല്ലാം നിരത്തി വെക്കണം. എന്നിട്ട് മറ്റേ പത്തിൽ കൊണ്ട് ഇതിനെ സാവധാനം ശ്രദ്ധിച്ച്, അരിമാവായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് മൂടിയതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം, അതിൻ്റെ അരികളെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. രണ്ട് കപ്പ് അരിപ്പൊടി കൊണ്ട് ഞാൻ 3 പുഴുങ്ങപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം. ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. വെള്ളം തിളക്കാൻ വേണ്ടി ഞാൻ ആവിച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആവിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് തട്ടിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം തിളക്കുന്നുണ്ട്. മേലെ ഒരു ഇല വെക്കണം, വാഴയില വെക്കണം. ഈ വാഴയില വെക്കുന്നത് ആവിയിൽ വെള്ളം താഴോട്ടേക്ക് ഇറങ്ങും. അന്നേരം ഈ പുഴുങ്ങപ്പത്തിലേക്ക് വെള്ളം പിടിച്ചു പോകും. അപ്പോൾ ഇല വെക്കുകയാണെങ്കിൽ ഇലയുടെ മുകളിലേ ആ വെള്ളം നിൽക്കുള്ളൂ. ഏകദേശം 15-20 മിനിറ്റായി. നമുക്കിത് വെന്തോന്ന് നോക്കാം. കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടെങ്കിൽ. ഒരു ഉറപ്പ്, ചെറുതായിട്ടൊന്ന് ഉറപ്പുണ്ടാവും. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് വെക്കാം. അങ്ങനെ 3 എണ്ണം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വലിയൊരു പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞ് 4 പീസാക്കിയിട്ട് ഓരോ പീസായിട്ട് നമുക്ക് കഴിക്കാം. ചെമ്മീൻ കൊണ്ട് മാത്രമല്ല, മീൻ കൊണ്ടും ചെയ്യാം, അയക്കൂറ കൊണ്ട്, ആവോലി കൊണ്ടും എല്ലാം ചെയ്യാം. മീൻ പൊടിച്ചിട്ടും പൊടിക്കാതെയും ഉണ്ടാക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം.